ഇത് 11ാമത്തെ വീട്, ഇത് 12ാമത്തെ വീട്. കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അത് അനുഭവിക്കുമ്പോഴേ അറിയത്തു. 11ാമത്തെ വീട് താക്കോല് എന്റെ ഭാര്യ ആലീസ് ജോസ് കൈമാറുന്നു. ഈ വീട് ആലിസ് ചായനും ജോസ് ആന്റി ഞങ്ങൾക്കായിട്ട് വെച്ചെന്ന വീടാണ്. ഇവര് വില കൊടുത്തു മേടിച്ച ഭൂമിയിൽ 13 വീടുകളാണ് ഈ പ്രവാസികളായ ദമ്പതികൾ വെച്ച് കൊടുത്തത്. എന്തൊരു മനുഷ്യരാണ്, ഇങ്ങനെ മനുഷ്യരുണ്ടോ? വർഷങ്ങളായിട്ട് വാടകയ്ക്ക് താമസിക്കുകയാണ്. പുള്ളിക്കാരിക്ക് കണ്ണ് കാണാൻ വയ്യാതെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഉള്ളവർ അനേകരുണ്ട്, പക്ഷെ കൊടുക്കാനുള്ള മനസ്സുള്ളവർ വളരെ ചുരുക്കമാണ്. സന്തോഷമായിട്ട് ഈ മോക്ക് കൊടുക്കുന്നുണ്ട്. സന്തോഷമായിട്ട് ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. സഹനമ്മ ഞങ്ങളുടെ ദൈവമാണ്, അതല്ലാതെ കൂടുതലൊന്നും പറയാനില്ല. പറയാൻ വാക്കുകളില്ല. ഇങ്ങനെയുള്ള മനുഷ്യരും ഈ ഭൂമിയിലുണ്ടല്ലോ. 1 അല്ല 5 അല്ല 10 അല്ല 13 വീടുകളാണ് ഈ നല്ല മനുഷ്യരെ ഏറ്റവും പാവപ്പെട്ടവർക്കായി വെച്ച് കൊടുത്തത്. അതും വില കൊടുത്ത് മേടിച്ച ഭൂമിയിൽ. അച്ഛൻ്റെ പേര് ജോസ് എന്നാണ്, അമ്മാമ്മയുടെ പേര് ആലീസ് എന്നാണ്. ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിൽ പത്തനാപുരത്തിനടുത്ത് പാണ്ടത്തിട്ട എന്നുള്ള സ്ഥലത്താണ്. നമ്മൾ ഈ ലോകത്ത് നമുക്ക് പലതും വെച്ചിട്ട് പോകാൻ പറ്റും, പക്ഷെ നമ്മളൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. വരും തലമുറകൾക്ക് ഒരു പ്രചോദനമാണ് മറ്റൊരു കൊടുക്കുക എന്ന് പറയുമ്പോൾ കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അത് അനുഭവിക്കുമ്പോഴേ അറിയത്തുള്ളൂ. ഈ ലോകത്തുള്ള പ്രവാസികൾക്കെല്ലാം അഭിമാനമാണ് ആലീസ് ആൻറ്റിയും ജോസച്ചാരും. എത്ര അഭിനന്ദിച്ചാലും നന്ദി പറഞ്ഞാലും അതൊന്നും തീരത്തില്ല. 13 വീടെന്നൊക്കെ പറഞ്ഞാൽ ചിന്തിക്കുന്നതിനപ്പുറമാണ്. ആൻറ്റി എന്ത് പറയുന്നത് ആൻറ്റി? വളരെ സന്തോഷം. ഇങ്ങനൊരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയതിൽ ദൈവത്തിന് ആദ്യം നന്ദി കൊടുക്കും. ഒരാളുണ്ടെങ്കിൽ മാത്രം ഒരിക്കലും പറ്റത്തില്ല കേട്ടോ. ദമ്പതികൾ എന്ന് പറഞ്ഞാൽ 2 പേരും കൂടെ ചേർന്നതാണ്. അച്ഛനെ കരുത്തായിട്ട് കൂടെ നിൽക്കാൻ ഒരു മനസ്സ് കാണിച്ചല്ലോ. കാരണം ദൈവത്തിന്റെ ഒരു അനുഗ്രഹം എന്നാ പറയേണ്ടത്. അത് പറ്റുള്ളൂ. ദൈവത്തിന്റെ അനുഗ്രഹം ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനിയും നമുക്ക് കൊടുക്കണമെന്നാണ് ആഗ്രഹം. തീർച്ചയായിട്ടും ഈ പ്രോജക്റ്റ് തീർന്നാൽ അടുത്ത പ്രോജക്റ്റ് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിൽ പ്ലാനുണ്ട്. ദൈവം അനുവദിക്കുകയാണ് നമ്മൾ ഇനി അടുത്ത പ്രോജക്റ്റിലൂടെ സ്ഥലം വാങ്ങിച്ച് നമ്മൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് ദൈവം അനുവദിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്തായാലും ഈ ദമ്പതികൾക്ക് ദൈവം എല്ലാ ആയുസ്സും ആരോഗ്യം കൊടുക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത്. എന്തായാലും നമുക്ക് ആ നന്മ നിറഞ്ഞ പ്രവർത്തനത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ 2 പേരോടും ചോദിച്ചറിയാം. നമ്മൾ വാക്ക് പറഞ്ഞല്ലേ, വാക്ക് പറഞ്ഞാൽ വാക്ക് പാലിക്കണ്ടേ. നമ്മൾ 15 വീട് വെക്കുമെന്ന് പറഞ്ഞാൽ 15 വീട് നമ്മൾ വെക്കും. ഇപ്പോൾ 10 വീട് ആളുടെ കൊടുത്തു കഴിഞ്ഞു. 5 വീട് ഒരുമിച്ച് പണിയണമെന്നായിരുന്നു, അതിനുള്ള സാഹചര്യത്തില്ല. ഇനിയിപ്പോൾ 3 വീട് പണിഞ്ഞു, അത് നമ്മൾ കൊടുക്കുന്നു. ബാക്കി 2 വീടിൻ്റെ പണി കൂടെ തീർത്തിട്ട് ഈ വരുന്ന ജനുവരിയിൽ നമ്മൾ താക്കോൽ ദാന കർമ്മം നടത്തി അങ്ങനെ അത് അവസാനിപ്പിക്കും. ഓർമ്മയാവില്ലേ എന്നുള്ള പ്രസ്ഥാനം. അതല്ലേ, അതാണ് നമ്മുടെ മനസ്സിലെ പ്ലാൻ. നമ്മൾ വില കൊടുത്ത് മേടിച്ച ഭൂമിയിലാണ് നമ്മൾ വീട് വെച്ചു. അതെ, അല്ലാതെ കുടുംബപരമായി കിട്ടിയതിനകത്ത് പോലും അല്ലല്ല, വില കൊടുത്ത് വാങ്ങിച്ച വസ്തുവിലാണ് നമ്മൾ ഈ വീടുകളെല്ലാം വെച്ചു കൊടുക്കുന്നത്. സ്വന്തം അധ്വാനത്തിൽ നിന്ന് ഉണ്ടാക്കിയതാണ്. സരിതയ്ക്ക് വേണ്ടി നമ്മൾ പണിഞ്ഞ വീടാണിത്. സരിത ഒരു രോഗി കൂടിയാണ്. 2 ബെഡ്റൂം, ബാത്റൂം, കിച്ചണ്, എല്ലാ ഫെസിലിറ്റിയും അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാ മുറികളിലും ഫാൻ ഇട്ടിട്ടുണ്ട്. ഫാന്, ലൈറ്റ്, കാര്യങ്ങൾ വളരെ മനോഹരമായ കിച്ചണ്. സഹനമ്മ ഞങ്ങളുടെ ദൈവമാണ്, അതല്ലാതെ കൂടുതലൊന്നും പറയാനില്ല. ഞാൻ 20 വർഷം കൊണ്ട് വാടകയ്ക്ക് താമസിക്കുകയാണ്. ഇങ്ങനെ ഒരു വീട് സ്വപ്നത്തിൽ പോലും ഇല്ല. ഇനി വേറെ ഒന്നും പറയാനില്ല. ദൈവത്തെ പോലെയാണ് ഞങ്ങൾ കാണുന്നത്, അന്ന് തൊട്ട് ഇന്ന് വരെ. ഇനിയുള്ള കാലവും ഇങ്ങനെ തന്നെ. ഇല്ല, അതും പറ്റൂല. ഞാൻ സ്ഥലത്തിന് വേണ്ടിയാണ് അച്ഛനെ സമീപിച്ചത്. എനിക്കിപ്പോൾ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ്. സാറ് മാത്രമല്ല, കുടുംബവും മക്കളും എല്ലാവരും എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. സരിതയുടെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം. സരിത സന്തോഷിക്കുന്നുണ്ടെങ്കിൽ നമ്മളും അതിൻ്റെ ഒരു ഭാഗമാണ്. നമുക്ക് സന്തോഷമുണ്ട്. നിങ്ങൾ എല്ലാവരും സന്തോഷമായിട്ട് ഒരു കുടുംബം പോലെ എല്ലാവരും കഴിയണം, അതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഈ വീടിന്റെ 11ാമത്തെ വീടിന്റെ താക്കോല് എന്റെ ഭാര്യ ആലീസ് ജോസ് കൈമാറുന്നു. സന്തോഷം. ആയിക്കോട്ടെ. അത് 11ാമത്തെ വീടാണ് കൊടുത്തത്. ഇത് 12ാമത്തെ വീടാണ്. ശ്രീദേവിക്കാണ് ഈ വീട് കൊടുക്കുന്നത്. 12ാമത്തെ വീടിന്റെ താക്കോല് ശ്രീദേവിക്ക് കൈമാറുന്നു. കുടുംബത്തിലെ ഏറ്റവും മൂത്ത സഹോദരനാണ്. അദ്ദേഹത്തിന് വേണ്ടി താക്കോൽ കൊടുപ്പിക്കുന്നു. സന്തോഷത്തോടെ മേടിച്ചോ. ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനൊരു വീട് കിട്ടുമെന്നോ ഇങ്ങനെ ഞങ്ങൾക്ക് താമസിക്കാൻ ഒരു അവസരം ഒരുക്കി തരുമെന്നൊന്നും വിചാരിച്ചതല്ല. ജോസ്ചാനും ആലീസമ്മയ്ക്കും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്, സ്നേഹമുണ്ട്. ഒരിക്കലും ഞങ്ങൾ മറക്കത്തില്ല. ഇത് 13ാമത്തെ വീട്. ഇത് പ്രസാദിനും ഫാമിലിക്കും കൂടെയുള്ള വീടാണ്. ഇതിൻ്റെ പ്രസാദിൻ്റെ വൈഫിന് കാഴ്ചയില്ല. ആ ഒരു ബേസിലാണ് ഈ വീട് അവർക്ക് കൊടുക്കാൻ കാരണം. ഈ വീട് പണിഞ്ഞ എൻ്റെ തന്നെ ഒരു പെങ്ങളുടെ മകളാണ് US-ലുള്ള. അവളാണ് ഈ വീട് പണിയാനുള്ള മുഴുവൻ പൈസയും ചിലവാക്കിയത്. ഒരു വലിയ അഭിമാനമാണ് എന്നെ അപേക്ഷിച്ച്. കാരണം ഞാനിങ്ങനെ പ്രവൃത്തി ചെയ്തപ്പോൾ എൻ്റെ ഒപ്പം നിന്ന് എൻ്റെ ഒരു പെങ്ങളുടെ മകളിങ്ങനെ വീട് പണിയാൻ സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഈ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിനെ ഒരു സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടാവുക എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുള്ളൊരു കേസാണ്. ജോലിമോളാണ് ഇതിന് വേണ്ടി ഫൈനാൻസ് ചെയ്തത്. വർഷങ്ങളായിട്ട് വാടകയ്ക്ക് താമസിക്കുകയാണ്. പുള്ളിക്കാരിക്ക് കണ്ണ് കാണാൻ വയ്യാതെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. അപ്പം എപ്പോഴും പുള്ളിക്കാരിക്ക് ഭർത്താവിൻ്റെ ആരെങ്കിലും കുഞ്ഞുങ്ങളുടെ സപ്പോർട്ടിലാണ് അവർ ജീവിക്കുന്നത്. ഉള്ളവർ അനേകരുണ്ട്, പക്ഷെ കൊടുക്കാനുള്ള മനസ്സുള്ളവർ വളരെ ചുരുക്കമാണ്. അതാണ് നമ്മുടെ മുമ്പിൽ കണ്ടുവരുന്നൊരു കാര്യം. സന്തോഷമായിട്ട് ഈ മോക്ക് കൊടുക്കുന്നുണ്ട്. അതിൽ സന്തോഷമായിട്ട് ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
നല്ലതായി എല്ലാ അനുഗ്രഹത്തിൽ രണ്ടുപേരും നല്ല നിലയിൽ വരണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. എൻ്റെ മോടെയും മരുമോൻ്റെയും കുഞ്ഞുങ്ങളുടെയും. നമുക്ക് വേണ്ടി ഒരാൾ ചെയ്തു തരാന്ന് പറയുമ്പോൾ അത് വലിയൊരു കാര്യമാണ്. ഈ നിമിഷത്തിൽ സന്തോഷം മാത്രം. അതിപ്പം ഒരു കാര്യം നമ്മൾ ആത്മാർത്ഥമായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഒരാളെ ചതിക്കാതെ അല്ലെങ്കിൽ വഞ്ചിക്കാതെ നമ്മളത് വിശ്വസിച്ച് നമ്മൾ ട്രസ്റ്റ് ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും അതിനൊരു ഫലം ഉണ്ടാവും. വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. എന്തായാലും നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നമല്ലേ ഒരു കയറിക്കിടക്കാടം. ഇത് വലിയ എല്ലാവരും ഒരു സ്വപ്നമല്ലേ, അത് യാഥാർത്ഥ്യമായില്ലേ. അതിന് നിമിത്തമായി ജോസച്ചാനും ആലീസ് ആന്റിയും വന്നു. 18 വർഷത്തോളം നമ്മൾ വാടകയ്ക്ക് താമസിച്ചിരുന്നു. നമ്മുടെ സിറ്റുവേഷൻസും അന്നേരം ദൈവം അത്രയും വിശ്വസിച്ച് നമുക്ക് വേണ്ടി തന്നു. നമ്മളത്രയും ആഗ്രഹിച്ചൊരു കാര്യം. അമ്മയച്ചങ്ങനെ സത്യസന്ധത മാത്രമാണ്, അങ്ങനെ ആരെ ചതിക്കോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അന്നേരം ദൈവം നമ്മളെ കൈവിട്ടില്ല. വീട് നല്ലത്, സൂപ്പറായിട്ട് ദൈവം കൈവിടത്തില്ലെന്നുള്ളതിന് തെളിവാത്. അവരുടെ നല്ലതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. അവിടുത്തെ എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് മതിയാവത്തില്ല. ഇവിടെ എല്ലാവരും ഒരു ഫാമിലി പോലെയാണ് ഓർമ്മ വില്ലേജ് അറിയപ്പെടുന്നത്. ഇവിടെ വന്ന് ചോദിച്ചാൽ ഓർമ്മ വില്ലേജിൽ കുറേ നിർധനരായിട്ടുള്ള കുടുംബങ്ങൾക്ക് ജീവിതം കിട്ടിയിട്ടുണ്ട്. ഇന്നിവിടെ ഒരു 3 വീട്ടിൽ 3 കുടുംബാംഗങ്ങളൂടെ ഞങ്ങളുടെ ഒപ്പം ഞങ്ങളുടെ കുടുംബത്തിൽ ചേർന്നു എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഒരുപാട് സന്തോഷം. ഞങ്ങൾ എല്ലാവരും സന്തോഷത്തോടെ നല്ലപോലെ മുന്നോട്ട് പോകാൻ പറ്റും. ഒരു മനസ്സ് അവർക്കുള്ളതുകൊണ്ടാണ് ഇന്ന് ഇത്രയും പേര് ഇവിടെ സന്തോഷിച്ച് നിൽക്കുന്നത്. അവർക്ക് അതിൻ്റെതായിട്ടുള്ള അനുഗ്രഹം ദൈവം കൊടുക്കും. 11ാമത്തെ വീട് പണിഞ്ഞിരിക്കുന്നത് അമേരിക്കയിലെ ലീഗ് സിറ്റി മലയാളി അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടനയാണ്. ആ വീടിന് വേണ്ടി അവരാണ് അതിനുള്ള ഫണ്ടിങ് ചെയ്തത്. 12ാമത്തെ വീട് ഇവിടെ നാട്ടിൽ തന്നെയുള്ള ഒരാൾ, പക്ഷേ പുള്ളിക്കാരൻ്റെ പേര് വെളിപ്പെടുത്താൻ പുള്ളിക്കാരൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. 13ാമത്തെ വീടാണ് ഈ കാണുന്ന വീട്. ഈ വീട് എൻ്റെ ഒരു സഹോദരി തന്നെ മകളാണ്. അവളാണ് ഈ വീട് സ്പോൺസർ ചെയ്യുന്നത്. അവളുടെ പേര് ജൂലി. അവൾ അമേരിക്കയിൽ കരറ്റിക്കട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിക്കും. ഒരുപാട് പേര് സ്പോൺസർ ചെയ്തിട്ട് വീടുകൾ 5 വീട് ഞാൻ പണിതു. ബാക്കിയെല്ലാം സ്പോൺസേഴ്സ് വെച്ച് കൊടുക്കും. തീർച്ചയായിട്ടും കൊടുക്കും. അതിനുള്ള ശ്രമത്തിലാണ് ഇനിയുള്ള കാലങ്ങൾ. അതിനുവേണ്ടി ഞാൻ തന്നെ മാറ്റി വെക്കാൻ എൻ്റെ മനസ്സിലെ പ്ലാൻ. വീട് എങ്ങനെയുണ്ട്? വീട് നല്ലതാണ്. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. എന്തൊക്കെ സൗകര്യങ്ങളുള്ള? ഒരു സിറ്റ് ഔട്ടും കിച്ചണും 2 ബെഡ്റൂമും ഒരു ഹാളും ഒരു ബാത്റൂമും അടങ്ങുന്ന ഒരു വീടാണ്. മനോഹരമായിട്ടുള്ളൊരു വീടാണ്. ഞങ്ങളുടെ കൊട്ടാരമാണ് ഇത്. സജീവൻ കോൺട്രാക്ട് ഇദ്ദേഹമാണ് ഈ വീടുകളെല്ലാം പണിഞ്ഞേക്കുന്നത്. വളരെ ആത്മാർത്ഥമായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലാഭം നോക്കി എല്ലാ മനുഷ്യനും ഈ വീട് പണിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കതിനറിയാം. കാരണം ഞാനും ഒരു ചെറിയ ബിൽഡറായിട്ട് എനിക്കറിയാം. പുള്ളിക്കാരൻ ഞാനിങ്ങനെ ഒരു നന്മ പ്രവർത്തി ചെയ്യുന്ന അനുസരിച്ച് ജോസ്റ്റാന് വേണ്ടി ഞാൻ അങ്ങനെ ചെയ്തു തരാമെന്ന് പറഞ്ഞാണ്. അങ്ങനെയാണ് ഈ വീടുകളെല്ലാം സജീവൻ പണിഞ്ഞ് വളരെ ഭംഗിയായിട്ടും വൃത്തിയായിട്ടും ആണ് ഈ വീട് പണിഞ്ഞിരിക്കുന്നത്. നല്ല അഭിമാനമായിട്ട് എനിക്ക് പറയാൻ പറ്റും. അതുപോലെ ആർക്കെങ്കിലും വീടുകൾ പണിയണമെങ്കിൽ സജീവൻ കോൺട്രാക്ടറെ പണിഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് പുള്ളിക്കാരൻ വീട് പണിഞ്ഞു തരും.